ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം എല്ലാ വർഷത്തേക്കാളും ഭംഗിയായും വിപുലമായും നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. 25-ാം തീയതി അന്ന് വിശേഷാൽ ദിവസവുമാണ്, പ്രദോഷ ദിവസവും കൂടെ. അന്ന് മലയക്കാവ് ദേവീ ക്ഷേത്രത്തിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രയും ശിവേലി വിഗ്രഹ സ്വീകരണ ഘോഷയാത്രയും കൂടിയാണ് നടത്തപ്പെടുന്നത്. 26-ാം തീയതി രാവിലെ 5:30 നട തുറപ്പ്, ഗണപതി ഹോമം, വിശേഷാൽ പൂജകള്, കലശം, ശിവേലി വിഗ്രഹ സമർപ്പണം, ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് പാണ്ടിമേളം ഉണ്ട്. കലാകാരന്മാര് 10-20 കലാകാരന്മാര് നിൽക്കുന്ന പാണ്ടിമേളം. അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം RLV തൃപ്പൂണിത്തറക്കാരുടെ ഭക്തിഗാനസുധയുണ്ട്. അത് കഴിഞ്ഞാൽ ശിവരാത്രി ബാല തുടങ്ങും. 9 മണിക്ക് ബാല. 2014 കാലഘട്ടത്തിലെ തൃക്കയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും അഭിഷ്ടസിദ്ധ പ്രദായകനുമായ കലൂർ ശ്രീ മഹാദേവന്റെ വിശ്വരൂപം കുടികൊള്ളുന്ന തീർത്തും ശിലകളാൽ തീർത്ത ഈ മഹാദേവ ക്ഷേത്രം പൗരാണിക കാലം മുതൽ ഈ നാടിന്റെ ആരാധന കേന്ദ്രം ഇതായിരുന്നു എന്നുള്ളതിന് പല തെളിവുകളുമാണ് ഇവിടെയുള്ളത്. കാഞ്ഞിരമറ്റത്തപ്പനോടും പ്രഥമ സ്ഥാനമുള്ള ഈ മഹാദേവ ക്ഷേത്രം ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന്റെ പുരോഗമനമാണ് ഈ നാടിന്റെയും വികസനമെന്ന് ഓരോ ശിവഭക്തരും മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഈ ക്ഷേത്രം ഈസ്റ്റ് കല്ലൂർ കരയുടെ മഹാവിളക്കായി തന്നെ ദേവനായ ശ്രീ മഹാദേവന്റെ അനുഗ്രഹകൃപ കടാക്ഷങ്ങൾ ഓരോ ദിവസവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുഗ്രഹപൂജിതമാകുന്നു. 2025 26 ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഈ നാടെങ്ങും മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് എല്ലാ ശിവക്ഷേത്രങ്ങളും അതിവിപുലമായ ചടങ്ങുകളോടെ തയ്യാറാകുമ്പോൾ ഈസ്റ്റ് കല്ലൂർ തിക്കയിൽ ശ്രീ മഹാദേവ ക്ഷേത്രവും അതിവിപുലമായ ചടങ്ങുകളോടെയാണ് ഈ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നത്. ശിവരാത്രി നാൾ രാത്രി 12 മണി മുതൽ ക്ഷേത്രക്കുളത്തിൽ ബലിതർപ്പണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും മുൻകൂറായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് VK രാജൻ, സെക്രട്ടറി KN രാധാകൃഷ്ണൻ, കൺവീനർ CP ജയൻ എന്നിവർ അറിയിച്ചു. ചാക്യാർകൂത്ത് 12:30 അവതരണം കലാമണ്ഡലം ജിഷ്ണു പ്രതാപ്, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ്. അങ്ങനെ പൗരാണികത്വവും വിശ്വാസവും ശിവചൈതന്യവും നിലനിൽക്കുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിന്റെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലകളാൽ തീർത്ത മഹാശിവന്റെ ശ്രീകോവിൽ, ഏറെ വ്യത്യസ്തതകളോടെ മഹാശിവനെ നോക്കി ഇരിക്കുന്ന നന്ദികേശൻ, മഹാശിവന്റെ വലതുവശത്ത് ശിലകളാൽ തീർത്ത ഗണപതിയുടെ ഇരിപ്പിടം, ക്ഷേത്രത്തിന്റെ ബലിക്കല്ലുകൾക്ക് ഒപ്പം സ്വയംഭു എന്ന് സങ്കല്പിക്കുന്ന ശിവലിംഗം അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന പ്രതിഭാസമാണ് ഈ മഹാദേവ ക്ഷേത്രത്തിൽ കാണുവാനുള്ളത്. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ ഈസ്റ്റ് കല്ലൂർ എന്ന നാമോദയവും ഈ ക്ഷേത്രവുമായി നിരവധി ഐതിഹ്യങ്ങളാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ശിവഭക്തർക്ക് വിളിച്ചാൽ വെളിപ്പുറത്തപ്പനാണ് ഈസ്റ്റ് കല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ നാടുമായി ബന്ധപ്പെട്ട നിരവധി ഭക്തജനങ്ങൾ ഈ ശിവരാത്രി മഹോത്സവത്തിന് അഭിഷ്ടസിദ്ധി പ്രദായകനുമായ ഈ മഹാദേവന് വഴിപാടുകൾ കഴിക്കാനായി വിവിധ ദേശങ്ങളിൽ നിന്ന് തന്നെ ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നു. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് ഈസ്റ്റ് കല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും KK വിജയൻ.